അങ്ങനെ IPC BNS ആയിരിക്കുന്നു, ഭാരതീയ ന്യായ സംഹിത. നോക്കൂ, ബിലീവ് മീ, IPCയിൽ നിന്നും BNSലേക്ക് വരുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുന്നു. ഈ വീഡിയോയിൽ എല്ലാ മാറ്റങ്ങളും ഉൾക്കൊള്ളിക്കാൻ കഴിയില്ലെങ്കിലും പ്രധാന മാറ്റങ്ങൾ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നു. അതായത് ഒരു പീനൽ ഡെഫിനിഷൻ IPCയിൽ ഒരു സെക്ഷൻ ആണെങ്കിൽ അതിൻ്റെ പണിഷ്മെൻറ്റ് മറ്റൊരു സെക്ഷനായിരുന്നു. ഇത്തരത്തിലുള്ള ഡ്യൂപ്ലിക്കേഷൻ ഒന്നും ഇപ്പോൾ BNSൽ വളരെ കുറവാണ്. അപ്പോൾ തുടർന്ന് നമുക്ക് ഈ വീഡിയോയിൽ അത്തരത്തിലുള്ള മാറ്റങ്ങൾ കമ്പയർ ചെയ്യാം. 3-4 പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ ഈ പ്രൈവറ്റ് ഡിഫൻസിന് ചെയ്യുന്ന ഒന്നും കുറ്റമല്ലെന്ന്. നോക്കൂ, പ്രൈവറ്റ് ഡിഫൻസിന് 3-4 3-4 അറം പറ്റുന്ന ഒന്നും ഗൂഢാലോചനയിൽ പറയല്ലേ. അറം പറ്റുന്ന ഒന്നും 6-1 ക്രിമിനൽ കോൺസ്പിറസി 61. 18 വയസ്സായെന്നും പറഞ്ഞിപ്പോൾ അൺലോഫുൾ അസംബ്ലിയിലൊക്കെ ഇഷ്ടംപോലെ പങ്കെടുത്തിട്ട് രാത്രി 9 മണിക്കാണ് നീ വരുന്നതല്ലേ. സോ അൺലോഫുൾ അസംബ്ലി എത്രയാ? 18-9 189. ആ 189 പഠിച്ചു വെക്കാമെങ്കിൽ 190 ഓഫ് കോഴ്സ്. എവരി മെമ്പർ ഓഫ് അൺലോഫുൾ അസംബ്ലി ഈസ് ലയബിൾ ഫോർ ദ കോമൺ ഒബ്ജക്റ്റ് എന്നുള്ള സംഭവം അല്ലേ. ദോ 2 പേര് 70 വയസ്സുണ്ട്, പ്രായമുള്ളവരാ, ദോ വഴി കിടന്ന് പബ്ലിക് നോയിസൻസ് കാണിക്കുന്നു. ഈ 2 പേരും കൂടി 70-ാമത്തെ വയസ്സിൽ. അപ്പോൾ പബ്ലിക് നോയിസൻസ് 270. എത്ര പേരെയാ കൊന്നേ? 101 പേരെയും കൊന്നു. എങ്കിൽ കൾപ്പബിൾ ഹോമിസൈഡോ 100. മർഡർ 101, കൾപ്പബിൾ ഹോമിസൈഡ് 100. ഈ 101 പേരെ കൊന്നതിനുള്ള ശിക്ഷ എത്രയല്ല? 103. സോ മർഡർ പണിഷ്മെൻറ്റ് 103. ഈ കൾപ്പബിൾ ഹോമിസൈഡിൻ്റെ പണിഷ്മെൻറ്റ് 105. അപ്പോൾ 101 പേരെ കൊന്നു, കൾപ്പബിൾ ഹോമിസൈഡ് 100, മർഡറിൻ്റെ പണിഷ്മെൻറ്റ് 103, കൾപ്പബിൾ ഹോമിസൈഡിൻ്റെ പണിഷ്മെൻറ്റ് 105. നമ്മുടെ ആംബുലൻസ് നമ്പർ 108 പക്ഷേ ഈ നെഗ്ലിജൻസ് കൊണ്ട് ഒരാളെ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ 106 വിളിക്കുക കേട്ടോ. ഡൗറി ഡെത്ത് ആണെങ്കിലോ 80. കഷ്ടം, 80 പവൻ കൊടുത്ത് കെട്ടിച്ചതാ, കൊന്നു കളഞ്ഞവന്മാർ. സോ കോസിങ് ഡെത്ത് ബൈ നെഗ്ലിജൻസ് 106, ഡൗറി ഡെത്ത് 80. എടാ ഒരുത്തം വന്ന് എത്ര അടി അടിച്ചു നിന്നെ? 15 അടി അടിച്ചടാ. അപ്പോൾ ഹർട്ട് 1 15, 115 മറക്കരുതേ. ഒരുത്തം വന്ന് എത്ര അടി അടിച്ചടാ? 15 അടി. ഇനി അടുത്ത് അതിൽ വടി വെച്ച് അടിച്ച ഡേഞ്ചറസ് ആയിട്ടുള്ള വെപ്പൺ വെച്ച് ഹർട്ട് ഇൻഫ്ലിക്റ്റ് ചെയ്ത അവൻ എത്ര വയസ്സുണ്ട്? ഒരുത്തന് 18 വയസ്സുണ്ട്. 18 വയസ്സ്, ഞാൻ മറക്കില്ല അത്. 118. അതേസമയം ഗ്രീവസ് ഹേർട്ട് ഇൻഫ്ലിക്റ്റ് ചെയ്യുന്നതിനുള്ള പണിഷ്മെൻ്റ് എന്ന് പറയുമ്പോൾ 1, വീണ്ടും 1, അങ്ങനെ മൊത്തം 7. 1 1 7 117. സോ വോളണ്ടറിലി ഗ്രീവസ് ഹേർട്ട് ഇൻഫ്ലിക്റ്റ് ചെയ്യുന്നത് 117. അതേസമയം ഡേഞ്ചറസ് വെപ്പൺസ് വെച്ച് ഗ്രീവസ് ഹേർട്ട് ഇൻഫ്ലിക്റ്റ് ചെയ്താൽ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ഒരുത്തൻ എന്നെ വടി കൊണ്ട് അടിച്ചതെന്ന് പറഞ്ഞില്ലേ 18 വയസ്സ് കഴിഞ്ഞ്, അത് 118 സബ്സെക്ഷൻ 2 കൂടിയാവും. സ്ത്രീയായിട്ട് ജനിക്കുന്നതൊരു ഭാഗ്യമാണ്. ഭാഗ്യത്തിൻ്റെ നമ്പർ എത്രയാ? വേൾഡ് ലക്കി നമ്പർ എത്രയാ? 7 അല്ലേ. അപ്പോൾ സ്ത്രീകൾക്കെതിരെയുള്ള ഒഫൻസിന് 7 എന്നൊരു നമ്പർ ഓർത്ത് വയ്ക്കുക. അതിനുശേഷം 4 5 6 7 8 അങ്ങനെ ഒന്ന് നോക്കിയേ. അതായത് 354 ABCD എന്നത് എത്രയായി മാറി? 7 4 5 6 7 8. ഈ റേപ്പ് എന്നൊക്കെ ഉള്ളത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അന്ന് ഒരിക്കലും വാർത്ത വന്നല്ലോ 3-4 പേരെ റേപ്പ് ചെയ്ത കാര്യം. 6ാം ക്ലാസ്സിൽ ആ 3-4 പേരെ റേപ്പ് ചെയ്ത വാർത്ത ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. കഷ്ടം. ഇപ്പം റേപ്പ് 63, പണിഷ്മെൻറ്റ് 64. എടാ തെഫ്റ്റിൻ്റെ സെക്ഷൻ ഇപ്പോൾ എത്രയാ? എടാ അത് മർഡറിൻ്റെ പണിഷ്മെൻ്റ് ഇല്ലായിരുന്നു 302, അത് കഴിഞ്ഞുള്ള സെക്ഷനായി ഇപ്പോൾ തെഫ്റ്റിൻ്റെ. അത്രയും വ്യത്യാസം. അപ്പോൾ തെഫ്റ്റ് 303 ഇടാ, അതിൻ്റെ പണിഷ്മെൻറ്റ് 305, 303 305. പഠിച്ചൂടെ? എന്തായിട്ടാ വിഷമിക്കുന്നേ? എടാ 3 പേരും 5-6 പ്രാവശ്യം എന്നെ ചീത്ത വിളിച്ചടാ. 3 പേരും 5-6 പ്രാവശ്യം ചീത്ത വിളിച്ച്. 356 ഡീഫാമേഷനും പണിഷ്മെൻറ്റും. ക്രിമിനൽ ഇൻറ്റിമിഡേഷൻ. എടാ അവൻ നിന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ട് എത്ര ദിവസമായി? എടാ അതൊരു 35 ദിവസമായി. എന്നിട്ടാണ് ഒന്നും മിണ്ടാണ്ടിരിക്കുന്നത്. കഷ്ടം തന്നെ. വാ പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ. ഇപ്പോൾ എത്ര ദിവസമായി ഭീഷണിപ്പെടുത്തിയിട്ട്? 35 ദിവസം. എന്നിട്ട് ഒന്നും മിണ്ടിയില്ല. അപ്പോൾ ക്രിമിനൽ ഇൻറ്റിമിഡേഷൻ 351. പഠിച്ചോ? എനിക്കറിയാം ഇതെല്ലാം കൂടി ഒരുമിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആകെ ഒരു കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും. പിന്നെ എത്ര പേര് കൊന്നെന്ന് പറഞ്ഞാൽ അത് 101 പേര് കൊന്ന്, എങ്കിൽ 100 കൾപ്പബിൾ ഹോമിസൈഡ്. ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. നോക്കൂ, ഇത് 1ഉം 2ഉം പ്രാവശ്യമൊക്കെ ഇത് കണ്ടുവരുമ്പോൾ ഇതിനങ്ങ് പിക്ചറൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്നേ ഇങ്ങനെ കഥ വെച്ച് ഒരു രൂപമുണ്ട് ഇപ്പം നിങ്ങളുടെ മുന്നിൽ ഈ സെക്ഷനുകൾക്കെല്ലാം തന്നെ, റാദർ ദാൻ ഇങ്ങനെ വായിക്കുമ്പോൾ. സോ പതുക്കെ നമുക്ക് പഠിക്കാം. പറ്റുമെങ്കിൽ ഒരു പുസ്തകത്തിൽ ഇത് കുറിച്ചും വെക്കുന്നേ.
നമുക്ക് പഠിക്കാം, എന്തായാലും നമുക്ക് ജീവിക്കണ്ടേ. ഈ മാറ്റങ്ങളൊന്നും തന്നെ നമ്മളെ തളർത്തത്തുമില്ല, നമ്മൾ മുന്നോട്ട് തന്നെ പോകും. ഓക്കെ. ഒരു കാര്യം കൂടി, ചില സെക്ഷനുകളുടെ മേൽ ഓവർ റൈറ്റിംഗ് ആയിട്ട് എഴുതിയിരിക്കുന്നത് എനിക്ക് തെറ്റുപറ്റിയതൊന്നുമല്ല. അത് ആദ്യത്തെ ബില്ലും സെക്കൻഡ് ബില്ലും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങളാണ്. ഫസ്റ്റ് ബില്ല് വന്നതായ സെക്ഷനുകൾ പലതും മാറിയിട്ടുണ്ട്. സെക്കൻഡ് ബില്ലിൽ ലോക്സഭ രാജ്യസഭ അക്സെപ്റ്റ് ചെയ്യുന്ന ആ സമയത്ത് അതാണ് തിരുത്തി എഴുതിയിരിക്കുന്നത്. സോ ഹാപ്പി ലേണിംഗ്.